നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂർ പട്ടിക്കാട് കാറിൽ കടത്തുകയായിരുന്ന ഹൈബ്രിഡ് കഞ്ചാവും എയർ ഗണ്ണുമായി 4 യുവാക്കൾ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ഗുരുവായൂർ, കൊല്ലം സ്വദേശികൾ. ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയ കഞ്ചാവ് ഗുരുവായൂരിലെത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്ന് പോലീസ്. തിരുവല്ലോമലയിലെ ചിക്കൻ സെന്റർ മോഷണവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി അറസ്റ്റിൽ. പഴയന്നൂർ പോലീസിന്റെ പിടിയിലായത് 24 വയസ്സുള്ള സ്വധൻ ഹസ്ര. പത്തിരിപ്പാലയിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ 3 വിദ്യാർത്ഥികളെ വയനാട് പുൽപ്പള്ളിയിൽ നിന്നും പോലീസ് കണ്ടെത്തി. +1 സീറ്റ് പ്രതിസന്ധിയിൽ സമരം ശക്തമാക്കി KSU. സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ്. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഷൊർണൂരിൽ വീണ്ടും കുടിവെള്ളം മുട്ടിച്ച് വാട്ടർ അതോറിറ്റി. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കൈയെടുക്കും മുമ്പ് പ്രധാന പമ്പിംഗ് ലൈനിലെ പൊതുവാൾ ജംഗ്ഷനിലുള്ള CID ജോയിന്റ് തകർന്നു. പെരുമഴയത്ത് വീണ്ടും അറ്റകുറ്റപ്പണി. രൂക്ഷ വിമർശനവുമായി നഗരസഭാ ചെയർമാനും വിവിധ രാഷ്ട്രീയ പാർട്ടികളും. ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ്. തൃശൂർ പുന്നയൂർകുളത്ത് റോഡിൽ രക്തം പരന്നുകിടക്കുന്നത് പരിഭ്രാന്തി പരത്തി. വടക്കേക്കുന്നത്ത് റോഡിൽ രക്തം കണ്ടത് രാവിലെ നടക്കാനിറങ്ങിയവർ. രക്തസാമ്പിൾ ശേഖരിച്ചതായും കൂടുതൽ പരിശോധന നടത്തുമെന്നും പോലീസ്. പ്രാഥമിക പരിശോധനയിൽ സമീപത്ത് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. കേരളശ്ശേരിയിൽ സ്ഥിരം വില്ലേജ് ഓഫീസർ ഇല്ലാത്തത് പ്രയാസം സൃഷ്ടിക്കുന്നതായി പരാതി. വില്ലേജ് ഓഫീസിൽ സ്ഥിരം ഓഫീസറെ നിയമിക്കാൻ നടപടി വേണമെന്ന് BJP. വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ. കനത്ത മഴ തുടരുന്നു. ലക്കിടി അകലൂരിൽ 8 കുടുംബം താമസിക്കുന്ന വീട് പൂർണ്ണമായും തകർന്നു. വീട് നിലംപൊത്തിയത് ചൊവ്വാഴ്ച പുലർച്ചെ. കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വാർത്തകൾ വിശദമായി. തൃശൂരിൽ കാറിൽ കടത്തുകയായിരുന്ന ഹൈബ്രിഡ് കഞ്ചാവും എയർ ഗണ്ണുമായി 4 യുവാക്കൾ പോലീസിന്റെ പിടിയിൽ. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിൽ പട്ടിക്കാട് വച്ചാണ് സംഘം പിടിയിലായത്. ഗുരുവായൂർ സ്വദേശികളായ ആകർഷ്, ഫാസിൽ, റംഷിക്, കൊല്ലം സ്വദേശി ആദർശ് എന്നിവരാണ് പിടിയിലായത്. പട്ടിക്കാട് ചെമ്പൂത്രയിൽ വെച്ചാണ് ഇവർ പോലീസിന്റെ പിടിയിലായത്. പ്രതികളിൽ നിന്ന് 30 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും എയർഗണ്ണും നിരോധിത ഇലക്ട്രോണിക് സിഗരറ്റും കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറും പൊടിക്കാൻ ഉപയോഗിക്കുന്ന ക്രഷറും പിടികൂടി. ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയ കഞ്ചാവ് കാർ മാർഗം ഗുരുവായൂരിലെത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 4 പേരും പിടിയിലായത്. ബാംഗ്ലൂരിൽ എവിടെ നിന്നുമാണ് പ്രതികൾക്ക് മുന്തിയ ഇനം കഞ്ചാവ് ലഭിച്ചത്, പ്രതികൾക്ക് ആരാണ് സാമ്പത്തിക സഹായം നൽകുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കഴിഞ്ഞ ദിവസം പത്തിരിപ്പാലയിൽ നിന്നും കാണാതായ 3 വിദ്യാർത്ഥികളെ വയനാട് പുൽപ്പള്ളിയിൽ നിന്നും പോലീസ് കണ്ടെത്തി. പുൽപ്പള്ളി പോലീസ് മങ്കര പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടതോടെയാണ് കുട്ടികളെ കണ്ടെത്തിയ വിവരം അറിഞ്ഞത്. വിവരമറിഞ്ഞതും രാവിലെ തന്നെ ബന്ധുക്കൾ വയനാട്ടിലേക്ക് പോയി. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വൈകുന്നേരത്തോടെ ഇവർ വീട്ടിലെത്തി. മങ്കര വെസ്റ്റ് മുട്ടിക്കാട് സ്വദേശികളായ ആദിത്യൻ, അതുൽ കൃഷ്ണ, അനിരുദ്ധ് എന്നിവരെയാണ് രാവിലെ മുതൽ കാണാതായത്. ആദിത്യൻ, അതുൽ കൃഷ്ണ എന്നിവർ പത്തിരിപ്പാല സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും അനിരുദ്ധ് മങ്കര വെസ്റ്റ് UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. കഴിഞ്ഞ ദിവസം അനിരുദ്ധ് വീട്ടിൽ നിന്നും 2000 രൂപയും എടുത്താണ് സ്കൂളിലേക്കാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നും വൈകുന്നേരം 5:30 കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് ബന്ധുക്കൾ മങ്കര പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ 3 വിദ്യാർത്ഥികളും രാവിലെ സ്കൂളിൽ എത്തിയിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. +1 സീറ്റ് പ്രതിസന്ധിയിൽ സമരം ശക്തമാക്കി KSU. സംസ്ഥാന വ്യാപകമായി ചൊവ്വാഴ്ച വിദ്യാഭ്യാസ ബന്ദ് ആചരിച്ചു. ജില്ലാ, താലൂക്ക് കേന്ദ്രങ്ങളിൽ സമരക്കാർ വിപുലമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം ഉണ്ടായി. +1 സീറ്റ് പ്രതിസന്ധിയിൽ സർക്കാരിന്റെ അനങ്ങാപ്പാറ നയം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി KSU വിദ്യാഭ്യാസ ബന്ദ് ആചരിച്ചത്. സമരത്തോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ച് നേരിയ സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഓഫീസ് ഗേറ്റിൽ പോലീസ് നിലയുറപ്പിച്ചതോടെ മറുവശത്തെ ഗേറ്റിലൂടെയാണ് പ്രവർത്തകർ അകത്തു പ്രവേശിച്ചത്. ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാൻ
ശ്രമിച്ചതാണ് നേരിയ സംഘർഷത്തിന് ഇടയാക്കിയത്. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരടക്കം 10ഓളം പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. +1 സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം തുടങ്ങാനുള്ള തീരുമാനത്തിലാണ് KSU. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ അറ്റകുറ്റപ്പണി നടത്തി മണിക്കൂറുകൾക്കകം വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പമ്പിംഗ് ലൈനിലെ CID ജോയിന്റ് വീണ്ടും തകർന്നു. ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിലെ ജോയിന്റാണ് വീണ്ടും പൊട്ടിയത്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയെ സ്ഥലം സന്ദർശിച്ച നഗരസഭാ ചെയർമാനും BJP പ്രാദേശിക നേതാക്കളും രൂക്ഷമായി വിമർശിച്ചു. ഒരാഴ്ചയിലേറെ തകരാറിലായിരുന്ന CID ജോയിന്റ് അറ്റകുറ്റപ്പണി നടത്തി തിങ്കളാഴ്ച വൈകുന്നേരമാണ് നഗരസഭാ പരിധിയിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചത്. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ ജോയിന്റ് വീണ്ടും തകരുകയായിരുന്നു. ഇതോടെ വാട്ടർ അതോറിറ്റി തൊഴിലാളികൾ വീണ്ടും സ്ഥലത്തെത്തി ഇവിടെ കുത്തിപ്പൊളിക്കാൻ തുടങ്ങി. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വാട്ടർ അതോറിറ്റി അധികാരികളുടെ അനാസ്ഥയെ രൂക്ഷമായി വിമർശിച്ചു. പണി പൂർത്തിയാക്കി കൈയെടുക്കും മുമ്പ് ജോയിന്റ് തകർന്നത് വലിയ വീഴ്ചയാണെന്ന് ചെയർമാൻ ചൂണ്ടിക്കാട്ടി. പണി അറിയുന്നവരെ വേണം പ്രവൃത്തികൾ ഏൽപ്പിക്കാൻ. ഇത്തരം വീഴ്ചകൾ തുടർന്നാൽ വലിയ ജനകീയ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും അതിന് നഗരസഭ തന്നെ നേതൃത്വം നൽകുന്ന സാഹചര്യമുണ്ടാകുമെന്നും ചെയർമാൻ മുന്നറിയിപ്പ് നൽകി. അത് കഴിവുള്ള കരാറുകാർ എടുക്കട്ടെ. അവർക്ക് ചില സാങ്കേതിക വിദ്യകൾ അവരുടെ കയ്യിലുള്ളതുകൊണ്ട് ഇതെല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടിയന്തരമായിട്ട് ഷൊർണൂരിൽ വാട്ടർ അതോറിറ്റി ചെയ്യേണ്ടത് പൈപ്പ് പൊട്ടിയാൽ നേരെയാക്കി അതിന് സംവിധാനമുള്ള കരാറുകാർ AMC എടുത്ത് ചെയ്യിപ്പിക്കാൻ ആവശ്യമായ നടപടി ഉടനടി വാട്ടർ അതോറിറ്റി സ്വീകരിക്കും. അതല്ലെങ്കിൽ ജനകീയമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റിക്ക് നേരിടേണ്ടി വരും. അതിന് നഗരസഭ തന്നെ നേതൃത്വം കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വാട്ടർ അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വളരെ അടിയന്തരമായിട്ട് ശ്രദ്ധിച്ചു പോകണം എന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാൻ. BJP നേതാക്കളും വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയിരുന്നു. നിലവിലെ കരാറുകാരനെ അടിയന്തരമായി മാറ്റണമെന്നും ജനങ്ങൾ നേരിടുന്ന കുടിവെള്ള പ്രതിസന്ധിക്ക് സത്വര പരിഹാരം കാണണമെന്നും BJP ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ ആവശ്യപ്പെട്ടു. അത് ഇത്ര വലിയ പൈപ്പ് പൊട്ടിയിട്ട് അത് വെൽഡ് ചെയ്യാനും അതിൻ്റെ സംവിധാനം നടത്താനുള്ള ഒരു സംവിധാനവും ഇല്ലാത്തൊരു കോൺട്രാക്ടറാണ്. ഇന്നലെ അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ എവിടുന്നോ ഉണ്ടാക്കി കൊടുത്തിട്ട് കിട്ടിയതാണ് വീണ്ടും അത് പൊട്ടിയത്. അപ്പോൾ സാധാരണക്കാരായ പ്രദേശത്തുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ മാറിയിരിക്കുന്നു, പ്രത്യേകിച്ച് ഷൊർണൂരിൽ. ഈ പൈപ്പ് പണി നടക്കുന്ന സമയത്ത് പോലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിന്ന് വേണ്ട നിർദ്ദേശം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അവർ സ്വന്തം ഇഷ്ടപ്രകാരം മൂടി തിരിച്ചുപോയി രാത്രി വീണ്ടും പൊട്ടി. അപ്പോൾ ഇത്തരം നിരുത്തരവാദപരമായ സമീപനമാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെങ്കിൽ ഞങ്ങൾ ഇന്നത് വെള്ളത്തിൻ്റെ വിഷയമല്ലേ, അത് ആയിക്കോട്ടെ. AXC കൂടെ വന്നു. ഞങ്ങൾ AXCയോട് വളരെ സൗമ്യമായിട്ടാണ് ഇടപെട്ടിരിക്കുന്നത്. അതല്ല, ഇത് വലിയ രീതിയിലേക്ക് ഇത്രയും തോന്നിവാസമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ പ്രത്യാഘാതം AXC ഇതിൻ്റെ ഭാഗമായിട്ട് നേരിടേണ്ടി വരും. BJP കൗൺസിലർമാരായ EP നന്ദകുമാർ, K പ്രസാദ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, CPI ലോക്കൽ സെക്രട്ടറി KC സോമൻ എന്നിവരും സ്ഥലത്തെത്തി പ്രതിഷേധമറിയിച്ചു. കുടിവെള്ള വിതരണത്തിലെ അലംഭാവത്തിനെതിരെ കോൺഗ്രസ് കൗൺസിലർമാർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ നേരിൽ കണ്ട് പ്രതിഷേധമറിയിച്ചു. K കൃഷ്ണകുമാർ, TK ബഷീർ എന്നിവർ നേതൃത്വം നൽകി. പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികളും വാട്ടർ അതോറിറ്റി അനാസ്ഥയെ വിമർശിച്ച രംഗത്ത് വന്നു. നിലവിലെ കോൺട്രാക്ടർ തന്നെ പ്രവൃത്തി നടത്തുകയാണെങ്കിൽ പ്രവൃത്തി തടയുമെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു. 1.5 അടി താഴ്ചയിലാണ് മെയിൻ ലൈൻ ഉള്ളത്. ഇവിടെ വീണ്ടും വെട്ടിപ്പൊളിച്ച് കുഴിയാക്കുന്നത് വാഹന ഗതാഗതത്തിന് ഭീഷണിയാണെന്ന് ഡ്രൈവർമാർ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ഇതിന് മുന്നേ ആ സൈഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇയാൾ നേരാക്കിയിട്ട് നേരാവാൻ ഇവർ വാട്ടർ അതോറിറ്റിക്കാർ വേറെ ആൾക്കാരെ കൊണ്ടിട്ടാണ് അത് നേരാക്കിയത്. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇപ്പോൾ ഈ കോൺട്രാക്ടറിനെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് തടുക്കാനുള്ള ഇതാണ്. ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ട് കാര്യമില്ല. 2 ദിവസത്തിന് 3 ദിവസത്തിന് വേണ്ടി പൈപ്പ് നേരാക്കി തന്ന കാര്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇത് മൂപ്പര് തന്നെ ചെയ്യണമെങ്കിൽ ഞങ്ങൾ തടുക്കാനുള്ള ഇതാണ്. ഞങ്ങളിപ്പോൾ ഈ ഓട്ടോക്കാർക്ക് ഇതുപോലെ ഈ സ്കാനിങ്ങിലാണ് ഈ സംഭവം. എത്ര വണ്ടികളുടെ ആക്സിഡൻറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ മിഞ്ഞാതെ നേരേക്ക് പോയ പാടെ തന്നെ ഇന്നലെ ഒരു ബൈക്കാരൻ അവിടെ വെയിറ്റ് കൊടുക്കും. ചളിയ റോഡ് നടത്തി കളിയായിട്ട് വെയിറ്റ് കൊടുക്കും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. വണ്ടിക്കാർക്കായാലും എല്ലാവർക്കും കുടിവെള്ളം ഈ വെള്ളം ഇതാക്കിയിട്ട് നിൽക്കുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. വെള്ളം കുടിക്കാൻ വേണ്ടി ഇനിയിപ്പോൾ ഇതിപ്പോൾ എത്ര ദിവസം അത് ബ്ലോക്ക് ആക്കാന്ന് പറയാൻ പറ്റില്ല വെള്ളത്തിൽ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അകലൂരിൽ കനത്ത മഴയിൽ 8 കുടുംബം താമസിക്കുന്ന വീട് പൂർണ്ണമായും തകർന്നു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് വീട് നിലംപൊത്തിയത്. തലനരയിഴയ്ക്കാണ് കുടുംബം രക്ഷപ്പെട്ടത്.
ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിലെ അകലൂർ ലക്ഷ്യംവീട് കോളനിയിൽ അബ്ദുൾ ഹക്കീമും ഭാര്യ സുബൈദയും ഉമ്മ നബീസയും മക്കളും പേരക്കുട്ടികളും താമസിക്കുന്ന ലക്ഷം വീടാണ് തകർന്ന് നിലം പൊത്തിയത്. ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ള വീടാണിത്. പട്ടിയും കിഴക്കോലും അകന്ന് പോകണമുണ്ട്. ആ സമയത്ത് എൻ്റെ ഉമ്മാനെ കൊടുത്തിട്ട് എൻ്റെ വീട്ടിൽ കൊടുത്തു. ഇവരൊക്കെ പുറത്തേക്ക് വന്നു. ആ സമയത്ത് 3:30 മണിക്കാണ് ഇത് പോകുന്നത്. നല്ല ഉറക്ക സമയം. ആ സമയത്ത് ഇത് ഈ വീട് കയറ്റി കഴിഞ്ഞിട്ട് തന്നെ 60 വർഷത്തോളമായി. ഇതുവരെ ഇപ്പം ഇതിലേക്കൊന്നും പല പാർട്ടിക്കാരും വരുന്നുണ്ട്. എല്ലാം വോട്ട് ചെയ്യിക്കാൻ വരുന്ന ഇലക്ഷൻ സമയത്ത് വരുന്നുണ്ട്. ശരിയാക്കി തരാം പറഞ്ഞു. ഒന്നും ശരിയാക്കി തരുന്നു. വീടിനകത്തുണ്ടായിരുന്ന അടുക്കള സാധനങ്ങൾ മറ്റു ഉപകരണങ്ങളും നശിച്ചു. കിടപ്പാടം തകർന്നതോടെ അന്തിയുറങ്ങാൻ സഹോദരന്റെ വീട്ടിലാണ് കുടുംബം അഭയം തേടിയത്. അകലൂർ ലക്ഷ്യംവീട് കോളനിയിലെ മുഴുവൻ വീടുകളും ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്. എല്ലാ വീടുകളും ഇങ്ങനെ തന്നെയാണ്. ഒക്കെ വീഴാനേ അയക്കണ്. ഇന്നലെയാണ് ഈ വീട് വീണത്. ഇതുവരെ പഞ്ചായത്തിൽ നിന്നോ ഒരു ഗവൺമെന്റിനോ ഒരു അനുകൂല്യം ഒരു പേർക്കും കിട്ടിയിട്ടില്ല. എല്ലാ വീടുകളും വീഴാനായിട്ട് നിൽക്കുന്ന എല്ലാവരും അവസ്ഥ ഇത് തന്നെയാണ്. പല വീടുകളും നിലം പൊത്താറായ അവസ്ഥയിലുമാണ്. പലരും ഭീതിയിലാണ് ഇവിടങ്ങളിൽ അന്തിയുറങ്ങുന്നത്. നാളിതുവരെ വീട് നവീകരിക്കാൻ അധികാരികളിൽ നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. വീട് നവീകരിച്ച് നൽകണമെന്നാണ് ലക്ഷ്യംവീടിലെ കുടുംബാംഗങ്ങളുടെ ആവശ്യം. സംഭവം അറിഞ്ഞ പൊതുപ്രവർത്തകരായ ദീപക് കൊൽക്കാട്ടിൽ, കബീർ എന്നിവരും സ്ഥലം സന്ദർശിച്ചു. പറയാൻ പറ്റില്ല, അത്രയും ദയനീയ അവസ്ഥയാണ് ഇവിടുത്തെ ഓരോ വീടുകളുടെ അവസ്ഥ. 24 വീട്ടിൽ 23 ഒരു വീട് മാത്രം ചെറിയൊരു മാറ്റം വെച്ചിട്ടുണ്ട്. എല്ലാം അങ്ങനെ തന്നെ, എല്ലാ വീടും മൺകട്ട ചുമരാണ്. ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ ആനുകൂല്യം ഇവർക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഉപകാരമായി മാറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ പുന്നയൂർക്കുളം ചമ്മന്നൂരിൽ റോഡിൽ രക്തം കണ്ടത് പരിഭ്രാന്തി പരത്തി. രക്തസാമ്പിൾ ശേഖരിച്ച് കൂടുതൽ പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. രാവിലെ നടക്കാനിറങ്ങിയവരാണ് വടക്കേക്കുന്നത്ത് റോഡിൽ രക്തം പരന്നുകിടക്കുന്നത് കണ്ടത്. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. രാത്രിയിൽ അസാധാരണമായ യാതൊരു ശബ്ദവും കേട്ടിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അതേസമയം രക്തം കണ്ടെത്തിയ റോഡിന് സമീപം പോലീസ് നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. എന്നാൽ രക്തസാമ്പിൾ ശേഖരിച്ചതായും കൂടുതൽ പരിശോധന നടത്തുമെന്നും പോലീസ് അറിയിച്ചു. റോഡിൽ രക്തം കണ്ടത് പ്രദേശത്ത് ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരുവല്ലോമര ചിക്കൻ സെന്റർ മോഷണം. ബംഗാൾ സ്വദേശിയായ പ്രതി പിടിയിൽ. ബംഗാൾ ഹുഗ്ലി സ്വദേശിയായ 24 വയസ്സുള്ള സുധൻ ഹസ്രയെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലെ SI മണികണ്ഠൻ, ASIമാരായ സതീഷ് കുമാർ, അനിൽകുമാർ, ലിപ്സൺ, ഹോംഗാർഡ് നാരായണസ്വാമി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചിക്കൻ സെന്ററിന് സമീപത്തെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും പ്രതിയെ പിടികൂടിയത്. സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തിരുവല്ലോമല ടൗണിലെ ചിക്കൻ സെന്ററിൽ നിന്നും ശനിയാഴ്ച രാത്രി 11:30യോടെയാണ് പ്രതി മോഷണം നടത്തി 22,000 രൂപയോളം കവർന്നത്. CCTV ദൃശ്യങ്ങളിൽ പ്രതിയെ തിരിച്ചറിയാൻ സാധിച്ചതാണ് കേസിൽ നിർണായകമായത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരളശ്ശേരി വില്ലേജ് ഓഫീസിൽ സ്ഥിരം വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് BJP കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ മണ്ഡലം കമ്മിറ്റി അംഗം VC ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 3 മാസത്തോളമായി സ്ഥിരം വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന ജനങ്ങളും വിദ്യാർത്ഥികളും പ്രതിസന്ധിയിലാണ്. ഈ വിഷയത്തിൽ ഉടൻ പരിഹാരം കാണണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. തുടർന്ന് നേതാക്കൾ തഹസിൽദാരുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടു. സ്ഥിരം വില്ലേജ് ഓഫീസർ എത്തുന്നതുവരെ താൽക്കാലികമായ ഒരു ജീവനക്കാരനെ 2 ദിവസത്തിനകം നിയമിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. കുട്ടികൾക്ക് ഒട്ടനവധി സർട്ടിഫിക്കറ്റുകൾ അനുവദിച്ച് നൽകേണ്ടതാണ് നമ്മുടെ വില്ലേജിൽ. ആ ഒരു പ്രവർത്തനം പൂർണ്ണമാവണമെങ്കിൽ വില്ലേജ് ഓഫീസർ നിർബന്ധമായിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ കേരളശ്ശേരിയുടെ നീണ്ടകാല ചരിത്രം എടുത്തു നോക്കുമ്പോൾ കേരളശ്ശേരിയുടെ ഏതൊരു സർക്കാർ സ്ഥാപനങ്ങളിലും വേണ്ടത്ര ഉദ്യോഗസ്ഥർ കാലാകാലങ്ങളായി ഉണ്ടാകാറില്ല എന്നുള്ളത് നമ്മുടെ കേരളശ്ശേരിയുടെ ഒരു ശാപമാണ്. 8 ജീവനക്കാർ വേണ്ടിടത്ത് 3 പേർ മാത്രമാണ് ഈ വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്നത്. പ്രതിഷേധ സമരത്തിൽ കമ്മിറ്റി പ്രസിഡന്റ് സജീവ് അരപ്പത്ത് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു, A. ബിദിൻ,
രജീഷ് കരിയാട്ടിൽ, പഞ്ചായത്ത് അംഗം KP പ്രീത, TK രാഹുൽ, K ജിഷ്ണുശങ്കർ, KV ഗോപകുമാർ, V ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജൂൺ മാസം 6-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറിയത്. അതിനുശേഷം ഈ ഉപകരണങ്ങൾ ഇവിടെ സൂക്ഷിച്ചു വെക്കുന്നത് ശരിയല്ല. വളരെ വേഗത്തിൽ അത് വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് പുതിയ ചുമതലയേറ്റ ICDS സൂപ്പർവൈസറോട് ആവശ്യപ്പെടുകയും അപ്പോഴാണ് അതിലേക്ക് നമ്മളെ കോർപ്പറേഷൻ കുറച്ച് ഉപകരണങ്ങളും കൂടി വിതരണം ചെയ്യാൻ ബാക്കിയുണ്ടാകും. അത് എന്നൊക്കെ കിട്ടും എന്നതിനെ സംബന്ധിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ട് 25-ാം തീയതി ആ ഉപകരണങ്ങളും കൂടി ഇന്ന് എത്തിക്കാം എന്ന് അവര് ഉറപ്പ് നൽകിയതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ്. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശ്രീലത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം EP രഞ്ജിത്ത്, സെക്രട്ടറി AK വിനോദ്, അസിസ്റ്റന്റ് സെക്രട്ടറി R ബിന്ദു, ICDS സൂപ്പർവൈസർമാരായ ഡോക്ടർ OMS ബയാന, ഡോക്ടർ M ജസ്ന എന്നിവർ സംസാരിച്ചു. 5 ലക്ഷം രൂപ ചെലവഴിച്ച് 26 പേർക്ക് ആവശ്യമായ 77 ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പത്തിരിപ്പാല നഗരിപ്പുറത്ത് അപകട ഭീഷണി ഉയർത്തിയ കൂറ്റൻ മരം പൊതുമരാമത്ത് വകുപ്പ് വെട്ടിമാറ്റി. ഉണങ്ങി വീഴാറായ മരം യാത്രക്കാർക്ക് അപകട ഭീഷണിയാണെന്ന് കാണിച്ച് STV ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി. ഉണങ്ങി വീഴാറായ മരം യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന് കാണിച്ച് STV ന്യൂസ് നൽകിയ വാർത്ത മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനിതയുടെയും വാർഡ് മെമ്പർ ഷിഹാബിന്റെയും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നടപടിയുണ്ടായത്. പഞ്ചായത്ത് പ്രസിഡന്റ് പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ടതോടെയാണ് ഉണങ്ങിയ മരം മുറിച്ചുമാറ്റാനുള്ള നടപടിയായത്. മരത്തിന് സമീപത്ത് ഹൈപവർ വൈദ്യുതി ലൈനും ഇതുവഴി നിരവധി വിദ്യാർത്ഥികളുമാണ് കടന്നുപോയിരുന്നത്. മരം വെട്ടിമാറ്റിയതോടെ സന്തോഷത്തിലാണ് യാത്രക്കാർ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുതുതല പരുതൂർ പഞ്ചായത്തുകളിൽ ബന്ധിപ്പിക്കുന്ന വിവിധ റോഡുകളുടെ തകർച്ചയിൽ പ്രതിസന്ധിയിലായി പ്രദേശവാസികൾ. തകർച്ചയിലായ റോഡുകൾ കാലതാമസമില്ലാതെ നവീകരണ പ്രവൃത്തികൾ നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുതുതല പരുതൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കൊടുമുണ്ട റേഷൻ കട കരുവാൻപടി റോഡ്, കൊടുമുണ്ട മാവേലി സ്റ്റോർ കരുവാൻപടി റോഡ് എന്നീ പാതകളാണ് ഏറെക്കാലമായി തകർന്നു കിടക്കുന്നത്. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണിത്. ഇന്ന് ഈ റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാണ്. ഭാഗ്യപരീക്ഷണമാണ് പലരും ഈ പാതയിലൂടെ നടത്തുന്നത്. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പിടലാണ് ഈ റോഡുകളുടെ തകർച്ച രൂക്ഷമാക്കിയത്. 5 വർഷത്തിലേറെയായി റോഡ് പൂർണ്ണമായും ടാറിംഗ് നടത്തിയിട്ടെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറായിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പിൻ്റെ പേര് പറഞ്ഞ് അത് നടന്നില്ലെന്നും ഈ മഴക്കാലത്ത് ഇതിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. റോഡിൽ നിന്ന് ടാർ ഇളകിപ്പോയതിനാൽ വലിയ തോതിലാണ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. റോഡുകളുടെ വശങ്ങളും തകർന്നു കിടപ്പാണ്. ജൽജീവൻ മിഷന്റെ ഭാഗമായി പൊളിച്ചിട്ട് പല ഗ്രാമീണ റോഡുകളുടെയും സ്ഥിതി ഇതാണ്. അറ്റകുറ്റപ്പണിയെങ്കിലും നടത്തി ഇത്തരം റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ആവശ്യം. ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഈ പട്ടാമ്പിക്ക് പള്ളിപ്പുറം ഭാഗത്ത് നിന്ന് പട്ടാമ്പിക്ക് പോകേണ്ട ഒരു എളുപ്പമാർഗ്ഗമാണ് ഈ റോഡ്. അത് കാരണം ധാരാളം യാത്രക്കാർ, സ്ത്രീകളായാലും കുട്ടികളായാലും ഇതിന് പോകുന്നുണ്ട്. അതിൻ്റെ പുറമെ ഈ ബസ്, സ്കൂൾ ബസ്, റൂട്ട് ബസ്സല്ല, സ്കൂൾ ബസ് കൊടുമുണ്ട സ്കൂളുണ്ട്, മുതുതല സ്കൂളുണ്ട്, കാരക്കത്ത് സ്കൂളിലെ കുട്ടികളൊക്കെ വഹിച്ചുകൊണ്ടുള്ള ബസ്. ആ ബസ് നമുക്ക് പോകുമ്പോൾ നമുക്ക് പേടിയാണ്. കാരണം ഈ പ്രധാന ഭാഗത്തെ ബസ് നമുക്ക് ഒരു പക്ഷേ ബസ് മറിയുള്ളൊരു പേടി പോലും നമ്മുടെ മനസ്സിലുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച 3 ഗ്രാമീണ റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ വകയിരുത്തി 2ാം വാർഡിൽ നിർമ്മിച്ച റോഡുകളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നിർവഹിച്ചു. പുളിഞ്ചോട് കുന്നത്ത് റോഡ്, കോരന്തൊടി കനാൽ റോഡ്, കരിയർക്കോട് പാടശേഖരം റോഡ് തുടങ്ങി പുതിയ 3 റോഡുകളുടെ ഉദ്ഘാടനമാണ് നടന്നത്. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. തൊഴിലുറപ്പ് AE മുഹമ്മദ് റാഫി, ഓവർസിയർ ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് മെമ്പർ സന്ദീപ് കൊന്നനാത്ത് സ്വാഗതവും CDS മെമ്പർ ജയശ്രീ ബാലൻ നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ 3 വർഷം കൊണ്ട് 8 പുതിയ റോഡുകളാണ് 60 ലക്ഷം രൂപയോളം ചിലവഴിച്ച് വാർഡ് പരിധിയിൽ പുതുതായി നിർമ്മിച്ചത്. വരും വർഷങ്ങളിലും ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് വാർഡ് മെമ്പർ സന്ദീപ് കൊന്നനാത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
മാലിന്യക്കൂമ്പാരമായി തേനൂർ അയ്യർമലയുടെ താഴ്വാരങ്ങൾ. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വ്യാപകമാകുന്നതോടെ വന്യജീവികളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണ്. വിവാഹ ചടങ്ങുകൾക്കായി ഉപയോഗിച്ച പ്ലേറ്റുകൾ, ഗ്ലാസുകൾ തുടങ്ങി ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ വരെ മലയോര പ്രദേശത്തെ പാതയോരങ്ങളിലും വനമേഖലയിലും വ്യാപകമായി തള്ളിയിട്ടുണ്ട്. തേനൂർ അയ്യർമലയുടെ താഴ്വരയിലുള്ള പ്രദേശങ്ങളിലാണ് വ്യാപകമായി മാലിന്യം തള്ളിയിട്ടുള്ളത്. വേനൽക്കാലങ്ങളിൽ മാലിന്യങ്ങൾ കത്തിച്ചു കളയാമായിരുന്നുവെങ്കിലും മഴക്കാലമായതോടെ കത്തിക്കാൻ പറ്റാത്ത സാഹചര്യവുമാണ്. അതിനാലാണ് ആളൊഴിഞ്ഞ മലയോര പ്രദേശങ്ങളിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നത്. ഇത് വന്യജീവികളുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വീടുകളിൽ നിന്നുള്ള ഗാർഹിക മാലിന്യങ്ങളടക്കം വ്യാപകമായി ഇത്തരം വനമേഖലകളിൽ തള്ളുന്നുണ്ട്. അയ്യർമല റോഡിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി പിടികൂടാനാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു വാടാനംകുറിശ്ശിയിലെ ഭരത് ബാലൻ കെ നായരുടെ വീട്ടിലെത്തി മകൻ അജയ്കുമാറിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. കുടുംബാംഗങ്ങളെ അദ്ദേഹം ആശ്വസിപ്പിച്ചു. ബാലൻ കെ നായരുടെ ഭാര്യ ശാരദ, മക്കളായ RB അനിൽകുമാർ, മേഘനാഥൻ, സ്വർണലത, സുജാത, അന്തരിച്ച അജയ്കുമാറിന്റെ ഭാര്യ നിഷ, മക്കളായ അർജുൻ V അജയ്, ഗോപി കൃഷ്ണൻ എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത്. പാലക്കാട് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ പാലക്കാട് ജില്ലാ വാർഷിക സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് അലി റാവുത്തർ ഉദ്ഘാടനം ചെയ്തു. സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് മുഹമ്മദ് അലി റാവുത്തർ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് S പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി വിമൽ ചന്ദ്, വൈസ് പ്രസിഡന്റ് R സ്വാമിനാഥൻ, ഭാരവാഹികളായ VP രാധാകൃഷ്ണൻ, G ഗീതാ നായർ, അഡ്വക്കേറ്റ് ശാന്താദേവി, കൈലാസ് മണി, C ജയറാം എന്നിവർ പ്രസംഗിച്ചു. കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അത്തരത്തിലുള്ള ബോണ്ടുകൾ ഇറക്കണം. അതുപോലെ മറ്റ് സോഴ്സുകൾ കണ്ടെത്തണം. ആ ബോണ്ടിന്റെ പലിശ കൃത്യമായിട്ട് മാസ്റ്റർ പ്രിൻസിപ്പിൽ വരണം. അതിൽ നിന്നും ഭാവിയിലെ നമ്മുടെ പെൻഷൻകാരുടെ നമുക്ക് കിട്ടേണ്ട പെൻഷന്റെ ലയബിലിറ്റി കണ്ടെത്തണം എന്നുള്ള ഉറച്ച നിശ്ചയത്തോടു കൂടിയാണ്, വിശ്വാസത്തോടു കൂടിയാണ് ബോർഡ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയ സർക്കാരിന്റെ നിർദ്ദേശാനുസരണം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പറളി പഞ്ചായത്തും കിണാവല്ലൂർ സർക്കാർ ഹോമിയോ ആശുപത്രിയും സംയുക്തമായി അന്താരാഷ്ട്ര യോഗ വാരാചരണ പരിപാടി സംഘടിപ്പിച്ചു. പറളി പഞ്ചായത്ത് പ്രസിഡന്റ് K രേണുകാദേവി ഉദ്ഘാടനം ചെയ്തു. പറളി ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് അംഗം പ്രവീണ അധ്യക്ഷയായി. കുടുംബശ്രീ ചെയർപേഴ്സൺ ധന്യ, പറളി സർക്കാർ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ശാലു ശശി തുടങ്ങിയവർ സംസാരിച്ചു. കിണാവല്ലൂർ സർക്കാർ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P പ്രമോദ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ യോഗ പരിശീലകൻ കാർത്തിക് നന്ദി പറഞ്ഞു. പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ, ആശാപ്രവർത്തകർ, വിവിധ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ യോഗ പ്രകടനങ്ങളും കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി PP കൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയ് കുമാർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഏറ്റെടുക്കുന്നത് പ്രാവർത്തികമാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് വഹിച്ച ഇടതുപക്ഷ പാർട്ടികളുടെ പങ്ക് വളരെ മഹത്വമാണ്. പക്ഷേ നാം പറയുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ നാട്ടിലെ ജനങ്ങൾക്ക് പലപ്പോഴും ബോധ്യപ്പെടാറുണ്ട്. അനുസ്മരണ യോഗത്തിൽ M നാരായണൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MK ജയപ്രകാശ്, M സുരേന്ദ്രൻ, ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, RG പിള്ള എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പതിരിപ്പാല ജമാഅത്തെ ഇസ്ലാമി മക്ക മസ്ജിദ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈദ് സൗഹൃദ സംഗമം നടത്തി. മക്ക മസ്ജിദ് ഇമാം നജീബ് മാകുറിശി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TM ഷിഹാബുദ്ദീൻ അധ്യക്ഷനായി. അനസ് സക്കീർ, ഷിയാസ്, ഷംസുദ്ദീൻ പത്രിപ്പാല, UP രവി, ഹരീഷ്, റഹീമ, സാറക്കുട്ടി, ഫെബീന, മണികണ്ഠൻ, ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തിരക്ക് വേണമല്ലോ. കടയിൽ തിരക്കില്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അല്ലാതെ അതിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം. തിരക്ക് വേണം. നമ്മൾ പുതിയതിനെല്ലാം മോശമായിട്ട് കാണുന്നൊരു ഏർപ്പാടുണ്ട്. കുട്ടികൾ ഫോണെടുത്ത് നോക്കിയാൽ നമുക്ക് ഇഷ്ടമല്ല. പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് ഫേസ്ബുക്ക് നോക്കണം, ഇൻസ്റ്റാഗ്രാം നോക്കണം, ഇങ്ങനെ ഏത് നേരം നമ്മളിങ്ങനെ കുട്ടികളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ അത് കാണുകയും അതിന് ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത്.
വിവിധ രാഷ്ട്രീയ കക്ഷികൾ, സാംസ്കാരിക പ്രവർത്തകർ, വ്യാപാരി വ്യവസായികൾ എന്നിവർ പങ്കെടുത്തു. ഉച്ചഭക്ഷണത്തോടെയാണ് സംഗമം സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിൽ ഗർഭാശയ ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. KRN സേഫിന്റെയും കോളേജിലെ NSS യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിലവിൽ സ്ത്രീകൾക്കിടയിൽ ഗർഭാശയ ക്യാൻസർ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ക്യാൻസറിനെക്കുറിച്ച് കൃത്യമായ അവബോധവും മാർഗനിർദ്ദേശങ്ങളും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ KRN സേഫ് CEO ശങ്കർ അയ്യർ വിഷയാവതരണം നടത്തി. ചടങ്ങിൽ NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അരുൺ മോഹൻ അധ്യക്ഷനായി. NSS വളണ്ടിയർ അനഘ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ നൈന ഫെബിൻ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മലഞ്ചെരിവുകളിലും സർക്കാർ പുറമ്പോക്ക് തരിശുനിലങ്ങളിലും മഴക്കുഴി നിർമ്മിച്ച് വരും വേനൽക്കാലങ്ങളിലെ ജലക്ഷാമം മറികടക്കാനുള്ള കരുതലുമായി പ്രദേശവാസികൾ. പരിസ്ഥിതി പ്രവർത്തകനായ കല്ലൂർ ബാലന്റെ നേതൃത്വത്തിലാണ് മഴക്കുഴി നിർമ്മാണം നടക്കുന്നത്. പെരിങ്ങോട്ടുകുറിശ്ശിയിലെ വിവിധ കനാൽ പുറമ്പോക്ക് സ്ഥലങ്ങൾ, വനമേഖലകൾ, പറളി മേഖല, തേനൂർ മേഖല, അയ്യർമല വനമേഖല, കല്ലൂർ ചുടിയൻമല താഴ്വാരം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നാട്ടുകാരുടെ പങ്കാളിത്തത്തോടെ മഴക്കുഴികൾ നിർമ്മിക്കാനുള്ള ശ്രമം നടത്തുന്നത്. നാട്ടുകാർ വളരെയധികം താൽപ്പര്യത്തോടുകൂടിയാണ് ഇതിൽ പങ്കാളികളാവുന്നതെന്നും ഇതിന് ഇറാൻ ഗ്രൂപ്പിന്റെ പിന്തുണയും സഹായവും ലഭിക്കുന്നുണ്ടെന്നും മഴക്കുഴി നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ പറഞ്ഞു. ബുദ്ധിമുട്ടും സമയവും ചെലവഴിക്കേണ്ടി വരുന്നത് സംരക്ഷിക്കാനാണ്. വേനൽക്കാലങ്ങളിൽ കന്നുപിടിച്ച് കന്നുകാലികൾ കടിക്കും. അതിന് പയറിലിടണം, മഴക്കുഴികൾ കുഴിക്കണം, വെള്ളം കൊടുക്കണം. മഴക്കുഴികൾ കുഴിക്കുമ്പോൾ വെള്ളം ഭൂമിയുടെ ഗർഭത്തിലേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ചെടികൾക്കും വെള്ളമായി, ഭൂമിക്കും വെള്ളമായി. അതിനാണ് മഴക്കുഴികൾ എടുക്കുന്നത്. അപ്പോൾ സംരക്ഷിക്കാനാണ് ഏറെ ബുദ്ധിമുട്ടും സമയവും ചെലവഴിക്കേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ ഓരോ ഭാഗത്തും വെച്ച തൈകളുടെ മഴക്കുഴികളെടുത്ത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിൽ വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. സർഗം, വിദ്യാരംഗം, കലാസാഹിത്യവേദി സംഘടിപ്പിച്ച പരിപാടിയിൽ പൊന്നാനി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് VV രാമകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ VV രാമകൃഷ്ണൻ, PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ക്ലാസ് തല ചുമർ മാസികകളുടെ ഉദ്ഘാടനവും അവധിക്കാല വായനാമധുരം മലയാളത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കുള്ള സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ S ശാന്തിലാൽ സ്വാഗതം പറഞ്ഞു. കല്ലിപ്പാടം പൊതുജന വായനശാല പ്രസിഡന്റ് PC മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. PP ചന്ദ്രിക നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുള്ളൂർക്കര ASM NSS UP സ്കൂളിൽ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി അധ്യാപകരും വിദ്യാർത്ഥികളും. സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സേവ് എനർജി ക്ലബിന്റെ ഭാഗമായി എല്ലാ ദിവസവും 1 മണിക്കൂർ വീതം വൈദ്യുതി ഉപയോഗം പൂർണ്ണമായും ഉപേക്ഷിച്ച് ഊർജ്ജ സംരക്ഷണത്തിന്റെ ഭാഗമാകുന്നതാണ് പദ്ധതി. പ്രധാനാധ്യാപിക ശ്രീജ ശങ്കർ, PTA പ്രസിഡന്റ് PC മണികണ്ഠൻ, പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ CM ഷീബ, അധ്യാപകരായ KG സുരേഷ് ബാബു, K സ്മിത തുടങ്ങിയവരാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. വിദ്യാലയത്തിൽ പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം സേവ് എനർജി പ്രോജക്റ്റിൻ്റെ ഭാഗമായി ദിവസവും 1 മണിക്കൂർ വൈദ്യുതി ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഊർജ്ജ സംരക്ഷണത്തിൽ പങ്കാളികളാകുന്നു. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സ്ലോഗൻ അല്പം ശ്രമിച്ചാൽ ഒരുപാട് നേടാം, ഇത്തിരി നേരം ഒത്തിരി നേട്ടം എന്നുള്ളതാണ്. ഊർജ്ജ സംരക്ഷണത്തിൽ നമുക്കെല്ലാവർക്കും പങ്കാളികളാവാം. നമ്മുടെ കൊച്ചുമക്കളെയും അതിൽ പങ്കാളികളാക്കാം. നല്ലൊരു ഭാവി തലമുറയ്ക്കായി നമുക്കൊന്നിച്ച് കൈകോർക്കാം. വാണിയംകുളം സർവീസ് സഹകരണ ബാങ്ക് അനുമോദന സദസ്സ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. വാണിയംകുളം സർവീസ് സഹകരണ ബാങ്കിലെ മെമ്പർമാരുടെ മക്കളിൽ SSLC, +2, VHSC പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. 90 മുതൽ നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചതാണ്. എന്നാൽ കേരളം അതിനോടൊക്കെ പൊരുതി ഇവിടെ വിദ്യാഭ്യാസം പൊതുമേഖലയിൽ വേണം, ആരോഗ്യം പൊതുമേഖലയിൽ വേണം,
കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പൊതുമേഖലയിൽ വേണം എന്നൊക്കെ പറഞ്ഞ് ശക്തമായ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് ഒരു സമിതി തന്നെ പ്രവർത്തിക്കുക. ബാങ്ക് പ്രസിഡന്റ് കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NP കോമളം, സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ C വിമല, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C സൂരജ്, പഞ്ചായത്ത് അംഗം V സിന്ധു, KCEU സംസ്ഥാന വൈസ് പ്രസിഡന്റ് M ഗോപാലകൃഷ്ണൻ, കൂനത്തറ GVHSS പ്രധാന അധ്യാപിക നിർമ്മല, ബാങ്ക് സെക്രട്ടറി V സുധ, ഡയറക്ടർ K അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പട്ടിക്കാട് കാറിൽ കടത്തുകയായിരുന്ന ഹൈബ്രിഡ് കഞ്ചാവും എയർ ഗണ്ണുമായി 4 യുവാക്കൾ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ഗുരുവായൂർ, കൊല്ലം സ്വദേശികൾ. ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയ കഞ്ചാവ് ഗുരുവായൂരിലെത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്ന് പോലീസ്. തിരുവല്ലോമലയിലെ ചിക്കൻ സെന്റർ മോഷണവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി അറസ്റ്റിൽ. പഴയന്നൂർ പോലീസിന്റെ പിടിയിലായത് 24 വയസ്സുള്ള സ്വധൻ ഹസ്ര. പത്തിരിപ്പാലയിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ 3 വിദ്യാർത്ഥികളെ വയനാട് പുൽപ്പള്ളിയിൽ നിന്നും പോലീസ് കണ്ടെത്തി. +1 സീറ്റ് പ്രതിസന്ധിയിൽ സമരം ശക്തമാക്കി KSU. സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ്. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഷൊർണൂരിൽ വീണ്ടും കുടിവെള്ളം മുട്ടിച്ച് വാട്ടർ അതോറിറ്റി. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കൈയെടുക്കും മുമ്പ് പ്രധാന പമ്പിംഗ് ലൈനിലെ പൊതുവാൾ ജംഗ്ഷനിലുള്ള CID ജോയിന്റ് തകർന്നു. പെരുമഴയത്ത് വീണ്ടും അറ്റകുറ്റപ്പണി. രൂക്ഷ വിമർശനവുമായി നഗരസഭാ ചെയർമാനും വിവിധ രാഷ്ട്രീയ പാർട്ടികളും. ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ്. തൃശൂർ പുന്നയൂർകുളത്ത് റോഡിൽ രക്തം പരന്നുകിടക്കുന്നത് പരിഭ്രാന്തി പരത്തി. വടക്കേക്കുന്നത്ത് റോഡിൽ രക്തം കണ്ടത് രാവിലെ നടക്കാനിറങ്ങിയവർ. രക്തസാമ്പിൾ ശേഖരിച്ചതായും കൂടുതൽ പരിശോധന നടത്തുമെന്നും പോലീസ്. പ്രാഥമിക പരിശോധനയിൽ സമീപത്ത് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. കേരളശ്ശേരിയിൽ സ്ഥിരം വില്ലേജ് ഓഫീസർ ഇല്ലാത്തത് പ്രയാസം സൃഷ്ടിക്കുന്നതായി പരാതി. വില്ലേജ് ഓഫീസിൽ സ്ഥിരം ഓഫീസറെ നിയമിക്കാൻ നടപടി വേണമെന്ന് BJP. വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ. കനത്ത മഴ തുടരുന്നു. ലക്കിടി അകലൂരിൽ 8-അംഗ കുടുംബം താമസിക്കുന്ന വീട് പൂർണ്ണമായും തകർന്നു. വീട് നിലംപൊത്തിയത് ചൊവ്വാഴ്ച പുലർച്ചെ. കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.